ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മുടെ സാധാരണ തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഓവർലോക്ക് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് തീർച്ചയാണ്. കാരണം നിങ്ങൾക്ക് ബ്ലൗസിലും അതുപോലെ തന്നെ നമുക്ക് എന്ത് ഡ്രസ്സൊക്കെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഓവർലോക്ക് മെഷീൻ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ തയ്യൽ മെഷീൻ കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ ഇതുപോലെ നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ ആദ്യം നമുക്ക് ഒരു ഓവർലോക്കിൻ്റെ സ്റ്റിച്ചിങ് വീതിക്കനുസരിച്ച് നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ്, നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. നമ്മൾ ഇതൊരു പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. കണ്ടോ, നമ്മൾ ഇവിടെ വരെ മാത്രമേ നമ്മളിത് ചെയ്യുന്നുള്ളൂ. ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ കണ്ടോ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടോ ഇങ്ങനെ വെക്കുക. ഇതുപോലെ വെച്ച് നമ്മൾ മെഷീനെ ചെറുതായി ചലിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ടും കണ്ടോ പിന്നോട്ടുമായി നമുക്കിതുപോലെ നമ്മൾ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ വിരലിനെ ഇതുപോലെ പിടിക്കുക. നമ്മൾ എവിടെയാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മുടെ മുന്നോട്ടും പിന്നോട്ടും നമ്മൾ ഈ മെഷീനെ ഇതുപോലെ കണ്ടോ നമ്മുടെ കൈ കൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളിത് കൂടുതൽ വേഗതയിൽ ചെയ്യാൻ പാടില്ല, സാവധാനം തയ്ച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്കിത് ഏതൊരു ഡ്രസ്സിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ രണ്ട് തുണിയും കൂട്ടി തയ്ച്ചതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഒരു സ്റ്റിച്ചിങ് നമ്മുടെ ആ ഒരു സൈഡിൽ കൂടി നമ്മുടെ പ്രഷർ വുഡിൻ്റെ വീതിയിൽ ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. കാരണം നമ്മുടെ രണ്ട് തുണിയും തെന്നി മാറിപ്പോകും. അതുകൊണ്ടാണ് ആദ്യം അതുപോലെ ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ തുണികൾ തെന്നി മാറിപ്പോകാതെ കറക്റ്റായിട്ട് നമുക്ക് ഓവർലോക്ക് ചെയ്യുന്ന അതേ ഫിനിഷിങ്ങിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ഞാനിതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കൂടുതൽ വേഗതയിൽ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സാവധാനം ഇതിനെ കണ്ടോ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് എത്ര ദൂരത്തിൽ വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ കണ്ടോ, ബ്ലൗസിൻ്റെ നമുക്ക് റഗാൾ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ബാൻഡൊക്കെ ഫിറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ഭാഗത്തൊക്കെ നമുക്കിത് ചെയ്തെടുത്താൽ നമുക്ക് അവിടെ നിന്നുള്ള നൂല് ഇളകി പോകാതെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി ബ്ലൗസിനെയൊക്കെ തയ്ച്ചെടുക്കാൻ കഴിയും. കണ്ടോ, നമുക്ക് കറക്റ്റ് ഓവർലോക്ക് എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, നമ്മുടെ ഉൾവശം കണ്ടോ കറക്റ്റ്. നമ്മളിത് നോക്കിയാൽ നമുക്കിത് ഓവർലോക്ക് ചെയ്തതാണെന്ന് മാത്രമേ മനസ്സിലാകൂ. നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താണെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. കണ്ടോ, അത്ര ഫിനിഷിങ്ങിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.